ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? പെരുന്നാളും നോമ്പും ഒക്കെ കഴിഞ്ഞുല്ലേ. ഇനിയിപ്പോൾ നമ്മളെ സാധാരണ പടി അങ്ങോട്ട് തുടങ്ങുകയാണ്. അങ്ങനെ ഞങ്ങൾ ഇതാട്ടോ പെരുന്നാളും പിറ്റേന്നുള്ള പുരയപ്പോവലും ഒക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മളെ പുരയിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ ഇത് എന്നാണ് ഞായറാഴ്ച വൈകുന്നേരത്തെ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ വീട്ടിൽ പോയി അന്ന് ഞായറാഴ്ചയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ശനിയാഴ്ച അങ്ങോട്ട് പോയി ഞായറാഴ്ച വൈകുന്നേരം അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് വന്നപ്പോൾ ഉള്ള ആ ഒരു വീഡിയോ ആണ്. അപ്പോൾ അതാ പുരേന്ന് വരുമ്പോൾ നാച്ചിക്കുട്ടൻ്റെ സൈക്കിൾ ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഉപ്പച്ചി അവിടെ വാങ്ങി വെച്ചിട്ട് കുറേ ആയി, ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞിട്ട് അത് വാങ്ങി വെച്ചിട്ട്. അവൻ്റെ രണ്ടാമത്തെ വയസ്സിൻ്റെ ആ ഒരു ബർത്ത്ഡേൻ്റെ ആ ഒരു സമയത്ത് വാങ്ങിയതായിരുന്നു. ഞാൻ പിന്നെ ഇങ്ങോട്ട് ഇപ്പോൾ കൊണ്ടുവരേണ്ട അവിടെ തന്നെ നിന്നോട്ടെ പറഞ്ഞിട്ട് അങ്ങനെ വെച്ചതായിരുന്നു കേട്ടോ. പിന്നെ ഈ പ്രാവശ്യം പോയപ്പോൾ ഓനിക്കിപ്പോൾ അത് ഇങ്ങോട്ട് കൊണ്ടുവരിക തന്നെ വേണമെന്ന് പറഞ്ഞിട്ടേ അങ്ങനെ എടുത്ത് വണ്ടിയിൽ വെച്ചതാണ്. അപ്പോൾ ഓനിപ്പോൾ അത് അതിൻ്റെ മേലെയാണ് കേട്ടോ. എന്തെങ്കിലും ഒന്ന് ഇങ്ങോട്ട് കിട്ടിയാൽ ഓടിക്കാനൊന്നും അറിയൂല. നാഫിമോൻ ഇങ്ങനെ ഓടിപ്പിച്ചൊക്കെ കൊടുക്കലാണ്. അപ്പോൾ ഓനിതാ പിന്നെ അതിൻ്റെ മേലെ കയറി അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇവനക്ക് ഇതും കിട്ടിയിരിക്കണ്, മറ്റോനക്ക് ഒരു അക്കോറിയവും കുറച്ച് മീനും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓൻ അതിൻ്റെ പുറകിലാണ് ഇത് കിട്ടിയത് എവിടുന്നാ വെച്ചാൽ മുട്ടിൽ നിന്നാണ് കേട്ടോ. ഒപ്പച്ചിൻ്റെ അനിയൻ്റെ വീട്ടിൽ നിന്ന് അവിടെ ഉണ്ടായ അക്കോറിയവും പിന്നെ അതുപോലെ അതിലിടുന്ന സാധനങ്ങളും ഒക്കെ ഉണ്ടായിന് കേട്ടോ. അവിടെ നിന്ന് തന്നെ മേമ കുറച്ച് മീനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവനക്ക് ഇങ്ങനത്തേനോടൊക്കെയാണ് കേട്ടോ ക്രഷ്. കുറേ മീനും കിളികൾ പൂച്ച അങ്ങനത്തെയൊക്കെ ഒക്കെ വളർത്തലും അതും ഇതൊക്കെ ആയിട്ടാണ് ഇവനക്കുള്ളത്. സംഭവം എന്തായാലും ഇങ്ങനെ കണ്ടിരിക്കാൻ നല്ലൊരു രസമുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് എന്താ പറയുക, വെറുതെ ഇങ്ങനെ അതിലേക്ക് നോക്കി ആ മീനുകളൊക്കെ നോക്കിയിരിക്കുമ്പോൾ എന്തോ ഒരു മനസ്സിനൊരു ഒരു പ്രത്യേക ഒരു സുഖം അങ്ങനെ തോന്നുക കേട്ടോ. ഈറ്റിങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് പോകുന്നുണ്ട് ഇങ്ങോട്ട് പോകുന്നുണ്ട് ഒന്നും അറിയാതെ. നല്ല കളറ് മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. കുറേ ഉണ്ടായിന് അവിടെ. പക്ഷെ ഞങ്ങൾ രാത്രി അതിനല്ലോ പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് പിന്നെ അധികം ഒന്നും അങ്ങനെ പിടിക്കലൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും കുറച്ച് കൊണ്ടുവന്നെയാണ്. ഒരുത്തൻ ഇത് കണ്ടില്ലേ, ഇതന്നെയാട്ടോ പണി. വരിക, അത് നോക്കുക, പോവുക. ഉറങ്ങൽ വരെ ഇന്ന് ഉണ്ടാവുമോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. ഫുൾ ടൈമും ഓന് ഇതിൻ്റെ പുറകെ തന്നെ ആയിട്ടുണ്ട്. ഒരു മീനെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഓരെന്തായാലും ഓരോ പണിയുമലൊക്കെ ആയിട്ട് അങ്ങനെ നടക്കുന്നുണ്ട്. ഇപ്പം ഞാൻ എന്തായാലും എൻ്റെ പണി അങ്ങോട്ട് തുടങ്ങട്ടെ. നോമ്പാണെങ്കിൽ നമ്മൾ വേഗം നോമ്പ് തുറക്കാനുള്ള ആ ഒരു വിഭവങ്ങളിലേക്ക് അങ്ങോട്ട് പോകും. ഇനിയിപ്പോൾ അതൊക്കെ അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളെ സാധാരണ ഇതിലേക്ക് അങ്ങോട്ട് വരികയാണ്. ചോറും കറി കാര്യങ്ങൾ, രാവിലത്തെ ചായ കടി ഒക്കെ അങ്ങോട്ട് തുടങ്ങണം. അപ്പോൾ അതാ ഞാൻ ചോറും കറിയൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഈ നെയ്ച്ചോറ് ബിരിയാണി അതുപോലെ മന്തി അത് ഇതൊക്കെ മടുത്തണില്ല. എനിക്ക് എന്താ പറയുക, സാധാരണ വെറുംചോറ് തിന്നാൻ പൂതിയായി പോയിട്ടുണ്ടായിന് കേട്ടോ. സത്യം പറഞ്ഞാൽ എന്താ പറയുക, നമ്മൾ കുറേ അടുപ്പിച്ച് ഇങ്ങനെ മറ്റേതൊക്കെ തിന്നുമ്പോൾ നമ്മൾ ആ ഒരു വെറുംചോറ് അങ്ങോട്ട് മിസ് ചെയ്യൂലേ. അപ്പം ഞാനെന്തായാലും ശരിക്കും ഒരു ഇത്തിരി ചോറ് വെച്ചാൽ മതി. ഗ്യാസിൻ്റെ കാര്യം ആലോചിക്കുമ്പം ഇപ്പം എന്താ ചോറൊന്നും ഗ്യാസുമ്മ വെക്കാൻ അങ്ങോട്ട് തോന്നണില്ല കേട്ടോ. അപ്പം ഞാൻ വേഗം തീയൊക്കെ കത്തിച്ചു. ചോറിനുള്ളത് ഒന്ന് അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ട്. തീയൊക്കെ ഇപ്പം നല്ലൊരു ഉഷാറിൽ അങ്ങോട്ട് കത്തുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇനിയിപ്പം അടുത്ത പരിപാടി പറയുന്നത് കറിക്കുള്ള പരിപാടിയാണ്. അപ്പോൾ എന്ത് കറി വെക്കും എന്നുള്ളതായിരുന്നു. ഇറച്ചി മീനൊന്നും മനഃപൂർവ്വം നമ്മൾ വാങ്ങാണ്ട് വന്നത് തന്നെയാണ് കേട്ടോ. വേണ്ട, കുറച്ച് വേറെ എന്തെങ്കിലുമൊക്കെ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അതന്നെ തിന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ മടുപ്പ് തോന്നുക. അതുകൊണ്ട് പിന്നെ നമ്മൾ കറി വെക്കാനൊന്നും വരുമ്പോൾ വാങ്ങിയിട്ടില്ല. ഇവിടെ കുറച്ച് പച്ചക്കറിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ അതുകൊണ്ട് ഒരു സാമ്പാർ അങ്ങോട്ട് തട്ടി കൂട്ടാം എന്ന് വിചാരിച്ചിട്ടാണ്. ഒരുപാട് കഷ്ണമൊന്നുമില്ല, പക്ഷേ കുറച്ചുണ്ട്. ഉരുളക്കിഴങ്ങ് അതുപോലെ വഴുതന ഉണ്ട്, ചെറിയൊരു ചിരങ്ങേൻ്റെ കഷ്ണമുണ്ട്, ക്യാരറ്റ്, പയർ അങ്ങനെ കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ തക്കാളി, ഉള്ളി, പച്ചമുളക് അതൊക്കെ ഇട്ട് കുറച്ച് പരിപ്പിട്ട് കുത്തി കലക്കിയാൽ നമ്മളെ സാമ്പാർ അവിടെ റെഡി ആയിക്കോളും. പക്ഷെ എനിക്ക് തോന്നുക നമ്മൾ കുറേ കഷ്ണങ്ങളും ഒക്കെ ഇട്ട് ഭയങ്കര അടിപൊളിയായിട്ട് വെക്കുന്നതിനെക്കാട്ടി ടേസ്റ്റ് നമ്മൾ ഇതുപോലെ ഒപ്പിച്ച് ഇങ്ങനെ ഒരു തട്ടിക്കൂട്ടിൽ ഉണ്ടാക്കൂലേ, അതിനാണ് മറ്റേനെക്കാട്ടിയും കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുകയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം എല്ലാവർക്കും അങ്ങനെയാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതാ ഞാൻ സാമ്പാറിനേക്കുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് മുറിച്ച് എടുക്കുന്നുണ്ട്. കുക്കറിൽ ഇട്ട് കൊടുത്ത് തേങ്ങയൊന്നും അരക്കണില്ല കേട്ടോ. വെറുതെ നമ്മൾ സാധാരണ വേവിച്ച് പൊടിയിട്ട് വറവിടൂലേ, അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിനുള്ളതൊക്കെ ഒന്ന് മുറിച്ച് ഒക്കെ ഒന്ന് കുക്കറിൽ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ ചോറിന് വെച്ച വെള്ളവും തിളച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം കുറച്ച് വലിയ മറ്റേ ചെമ്പിൽ വെള്ളം വെച്ചു. പിന്നെ എനിക്ക് തോന്നി അത്ര വേണ്ട, അപ്പോൾ രാത്രിക്കേക്ക് മാത്രം മതിയല്ലോ. പിന്നെ ഇപ്പോൾ നാളെ അങ്ങോട്ട് വെക്കാമല്ലോ വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ചെമ്പ് മാറ്റി ചെറിയ ചെമ്പ് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ടായി. അപ്പോൾ ഞാൻ വേഗം കൈയോടെ അരി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഗ്‌രിബ് ബാങ്ക് കൊടുക്കുമ്പോഴത്തേക്ക് വേഗം ചോറും കറിയൊക്കെ ആക്കി വെച്ചാൽ പിന്നെ നിസ്കരിക്കാൻ സമാധാനത്തിൽ അങ്ങോട്ട് കയറിയാൽ ഓതലൊക്കെ കഴിഞ്ഞ് പിന്നെ ഇശാ കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്.
അപ്പോൾ അതാ അരിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചോറ് അവിടെ നിന്ന് ആവട്ടെ. പിന്നെ ഇതാട്ടോ സാമ്പാറിനുള്ളത് വേവിക്കാനുള്ളതൊക്കെ ഇതാ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് അതും ഒന്ന് കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പേരി കുറച്ച് പയറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് ഉപ്പേരിക്കുള്ളത് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് പുരയിലും ഉച്ചക്കും ഇതന്നെ ഇനി കേട്ടോ. നമ്മൾ മീനങ്ങാടി സാമ്പാറും അതുപോലെ പയറുപ്പേരി മീൻ പൊരിച്ചതും പിന്നെ അച്ചാറും അങ്ങനെ പപ്പടവും അതും ഇതൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അതുതന്നെയാണ് ഇപ്പം ഞാനും വന്നിട്ടുണ്ടാക്കിയ സാമ്പാറും ആ ഒരു പയറുപ്പേരി. മീൻ പൊരിച്ചതൊന്നും പിന്നെ ഞാൻ ആക്കിയിട്ടില്ല, നമ്മൾ വാങ്ങായിട്ടാണ് കേട്ടോ. പിന്നെ പുരയിലിപ്പം എന്താ പറയുക, ഉമ്മാക്കൊക്കെ ഒരു ഇടങ്ങാറ്, നമ്മൾ വേണ്ട അറിയുമ്പോഴും ഓർക്കൊരു ഇടങ്ങാറ് കേട്ടോ. നമ്മൾ എപ്പോഴെങ്കിലും പോകുമ്പോൾ അല്ലേ പറഞ്ഞിട്ടേ. പുരയിലൊക്കെ പോയിട്ട് കുറച്ച് ദിവസം നിൽക്കാനൊന്നും നടക്കൂലല്ലോ. എന്താ പറഞ്ഞാൽ സ്കൂളുള്ളതുകൊണ്ടേ, അല്ലെങ്കിൽ സാധാരണ നമ്മൾ മദർസ് ലീവ് ഉള്ളപ്പോൾ ഒക്കെ അല്ലേ ഒന്ന് പോയി നിൽക്കുക. അപ്പോൾ ഈ ഒരു സമയത്താകുമ്പോൾ മദർസ് തുറക്കുമ്പോഴത്തേക്കും എന്താണ് സ്കൂൾ പൂട്ടുമ്പോഴത്തേക്കും മദ്രസ തുറക്കും ചെയ്യും. അതുകൊണ്ട് തന്നെ പരീക്ഷ ആയതുകൊണ്ട് തീരെ ഒറ്റൊരു ദിവസം നിൽക്കാൻ പറ്റിയിട്ടില്ലേനു കേട്ടോ. ഞാനും ആജും ഒക്കെ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഓരെന്നെ ആയിട്ടോ, ഉപ്പച്ചിയും ഉമ്മയും ഒക്കെ തന്നെ ആയി. കുറച്ച് ദിവസമൊക്കെ ഒന്ന് ചിലപ്പോൾ ഇങ്ങനെ വല്ലാണ്ട് പൂതിയാവും കേട്ടോ പുറകെ പോയി കുറച്ച് ദിവസം നിൽക്കാനൊക്കെ. പിന്നെ ഈ സ്കൂൾ മദ്രസ് അത് ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് ആദ്യത്തെ പോലെ അങ്ങോട്ട് ഒന്നും നടക്കൂലല്ലോ. അങ്ങനെ ഞാൻ പയറുപ്പേരിയും അടുപ്പത്താക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് കോളിഫ്ലവർ വാങ്ങി വെച്ചിട്ട് കുറേ ദിവസമായിട്ട് വാങ്ങി വെച്ചിട്ട് നല്ലതാണോ എന്നൊന്നും അറിയില്ല. പിന്നെ നോമ്പായതുകൊണ്ട് അത് എടുക്കാണ്ട് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു കേട്ടോ. അത് പറ്റുമോ ഇല്ലേന്ന് അറിയില്ല. പറ്റുകയാണെന്നുണ്ടെങ്കിൽ പൊരിക്കാം, പിന്നെ അല്ലെങ്കിൽ അത് വേണ്ടാണ്ട് വെക്കാൻ വിചാരിച്ചിട്ട് വെച്ചതാണ് കേട്ടോ. ഞാൻ എന്തായാലും കുറച്ച് വെള്ളമൊക്കെ തിളപ്പിച്ച് മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് ഞാനൊന്ന് അതിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. പുഴുവിനൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ആ വഴിക്ക് പോയില്ല കേട്ടോ. എനിക്ക് ഭയങ്കര അറപ്പാണ് ഈ പുഴുവിനൊക്കെ കണ്ടാലേ. അപ്പം ഞാനത് പറ്റുകയാണെങ്കിൽ എടുക്കാൻ വിചാരിച്ചിട്ട് അതും അങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് സാമ്പാർ ഒന്ന് വറവിട്ടെടുക്കുകയാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പിലയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി അതുപോലെ സാമ്പാർ പൊടിയൊക്കെ ഇട്ട് പൊടികളൊക്കെ ഒന്ന് അതിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് സാമ്പാർ വെക്കുകയാണെങ്കിൽ ഈ ഒരു കളറാണ് കേട്ടോ വേണ്ടത്. ഈ ഒരു കാപ്പി കളർ പോലത്തെ ആ ഒരു കളറില്ലേ, ഈ ഒരു കളറിൽ സാമ്പാർ ആവുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം. എന്തായാലും കറിയായി ഉപ്പേരിയായി. മറ്റേത് പിന്നെ നോക്കിയിട്ട് നല്ലതാണെങ്കിൽ പൊരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ ചോറും ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോറും വാർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കൊക്കെ ബാങ്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പം കുറച്ച് പാത്രം കഴുകാൻ പെരങ്ങിയിട്ടുണ്ടായി. അപ്പോൾ അതൊന്ന് കഴുകി അടുക്കളയും കൂടെ ഒക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടാൽ വേഗം നിസ്കരിക്കാൻ കയറാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ നിങ്ങളെല്ലാവരും പെരുന്നാളും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് എന്താണ് എന്നുള്ളതൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ. നമ്മളെ വിശേഷങ്ങളൊക്കെ എന്തായാലും നിങ്ങൾ വീഡിയോയിലൂടെയൊക്കെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങളെ വിശേഷങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. പിന്നെ ഇതാ മക്കൾക്ക് പഴം പുഴുങ്ങിയത് വേണം, ചായക്ക് കടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ബേക്കറി സംഭവങ്ങളൊന്നും ഇപ്പോൾ നോമ്പായതുകൊണ്ട് ആയിട്ടാലൊന്നും വാങ്ങലും ഇല്ലല്ലോ. അപ്പം ഞാൻ പഴം ഉണ്ടായിരുന്നു, പിന്നെ അതൊന്ന് പുഴുങ്ങിയിട്ട് കട്ടൻ ചായയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂട്ടിയിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാ കുട്ടികൾ കുടിക്കുന്നുണ്ട്. അവർക്കുള്ള വെച്ച് കൊടുത്തിട്ടുണ്ട്. നാസിമോന് കുടിക്കുന്നുണ്ട്. നാഫീൻ്റെ കണ്ണ് പിന്നെ ആ ഒരു അക്കോറിയത്തിൽ തന്നെയാണ് കേട്ടോ. നീച്ച് വരുമ്പോഴും കിടക്കാൻ പോകുമ്പോഴും ഒക്കെ ഇനിയിപ്പോൾ കുറച്ച് ദിവസം അതിൻ്റെ ആ ഒരു ഇതുണ്ടാവും. നമുക്ക് അങ്ങനെയാണല്ലോ, എന്തെങ്കിലും ഒന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അയിമലേക്ക് വല്ലാത്തൊരിത്, കുറച്ച് കഴിയുമ്പോൾ അത് അങ്ങോട്ട് പോകും, അങ്ങനത്തെ ഒരിതാണ്. മറ്റവനാണെങ്കിൽ സൈക്കിൾ മുറ്റത്ത് വരെ വെക്കാൻ സമ്മതിക്കണില്ല കേട്ടോ. പട്ടി കടിച്ചു കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ടേ സൈക്കിളൊക്കെ എടുത്ത് അടുക്കളയിലൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓൻ്റെ കഥ അങ്ങനെയാണ്. സംഭവം എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. കുട്ടികളെ കൊണ്ട് പറഞ്ഞ മാതിരി ഞാനും ഇത് നോക്കി ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആ മേശേൻ്റെ അവിടെ വന്നിട്ട് എനിക്കെന്തോ ഭയങ്കര ഒരു ഇഷ്ടം തോന്നിയിട്ടോ. നിച്ചുമോള് പിന്നെ അതിൽ വളയൊക്കെ കെട്ടി തൂക്കിയിട്ടുണ്ട്. പിന്നെ നാഫിമോന് പായലൊക്കെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ലൈറ്റൊക്കെ അടിച്ച് തന്നപ്പോൾ ഒന്ന് അങ്ങനെ വീഡിയോ എടുത്തതാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. നമ്മളെ ചാവടിക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ പോയി ഞാൻ നിസ്കാരവും ഓത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ഒരു ഓട്ടം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരാൻ കുറച്ച് നേരം വൈകും എന്ന് പറഞ്ഞു നമ്മളോട് ചോറ് കഴിച്ചോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അപ്പോൾ പിന്നെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ്, ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനൊന്നും മറക്കരുത് കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇതേപോലത്തെ വീഡിയോസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.